അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചണിലെ. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മീൻ മുളകിട്ടതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ കാരണം നല്ല ഫ്രഷ് മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. ഫോണിലൊരു മെസ്സേജ് കണ്ടു, നല്ല ഫ്രഷ് മീൻ വീട്ടിലെത്തിച്ച് തരുമെന്ന്. അപ്പോൾ നമ്മൾ അവരുടെ നമ്പറിൽ നിന്ന് വിളിച്ചു നോക്കി. 2 സൈസ് മീനാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്, വാളമീനും നട്ടും. വാളമീൻ നല്ല ടേസ്റ്റുള്ള മീനാണല്ലോ. അങ്ങനെ നമ്മൾ വാളമീനിന് ഓർഡർ കൊടുത്തു. 1.5 കിലോ വാളമീനാണ് വാങ്ങിയത്. അപ്പോൾ ഇത് വെച്ച് നമുക്കിന്ന് നല്ലൊരു ഇടിവെട്ട മീൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വൈകാതെ നമുക്ക് മീൻ കറി തയ്യാറാക്കാൻ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട്. മീൻകറിക്ക് വേണ്ടി ആദ്യം നമുക്ക് സവാള വെച്ച് ഒരു അരപ്പ് തയ്യാറാക്കണം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം 3 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇത് അരച്ചെടുക്കാനുള്ളത് കൊണ്ട് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതേ മൺചട്ടിയിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വന്നതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ കൂടി പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരിയ ചുടുവെള്ളത്ത് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഈ പുളി. തക്കാളി ചേർക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള പുളി എടുത്താൽ മതി. മസാലപ്പൊടികളായ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അധികം എരിവില്ലാത്ത 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയം നമുക്ക് സവാള ഒന്ന് മിക്സി ജാറിൽ അരച്ചെടുക്കണം. സവാള തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുത്ത് വരാം. നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും തക്കാളിയെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ച വാളമീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ജ്യൂസ് അടിച്ചതാണ് ഒഴിക്കുന്നത്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. വാളമീനായതുകൊണ്ട് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പൊ 3 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സി ജാറിൽ 1/4 ഗ്ലാസ് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് ചുഴറ്റി എടുക്കുന്നുണ്ട്. വാളമീനായത് കാരണം വേഗം ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കണം. ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തക്കാളി സോസും കൂടി ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഇടിവെട്ട് മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. പൊറോട്ട, പത്തിരി, വെള്ളപ്പം എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ മീൻ കറി തന്നെയാണ് നമ്മുടെ വാള മീൻ കറി. ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. പെരിഞ്ജീരകം 2 പ്രാവശ്യം ചേർത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ലേ എന്ന്. ഒരിക്കലും ഇല്ല. പെരിഞ്ജീരകവും സവാളയും അരച്ച അരപ്പാണ് ഈ മീൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാനൊരു 8 മാസം മുമ്പ് പെരിഞ്ജീരകം വെച്ചൊരു ചിക്കൻ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. മീൻകറി ആയതുകൊണ്ട് അല്പം പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് മാത്രം. ആ ചിക്കൻ കറി തയ്യാറാക്കിയ പോലെ തന്നെയാണ് ഈ കിടിലൻ മീൻകറി തയ്യാറാക്കിയിട്ടുള്ളത്. ആ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടവർ ഈ മീൻകറി ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല. മീൻ കഴിക്കാൻ മടിയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായും അവരത് കഴിക്കും. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, എൻ്റെ മക്കൾക്ക് മീൻ കഴിക്കാൻ മടിയാണ്. പക്ഷെ ഇങ്ങനെ തയ്യാറാക്കുന്നതെങ്കിൽ ചട്ടിയിലൊരു തുള്ളി ഗ്രേവി പോലും ബാക്കി വെക്കത്തില്ല. അത്രയും ഇഷ്ടമാണ് അവർക്കിത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.